ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന സിമ്പിൾ കോയിന്റെ വളരെ വലിയൊരു അപ്ഡേറ്റുമായിട്ടാണ്. ഓരോ ദിവസവും ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് $100 എങ്കിലും ഈസി ആയിട്ട് സിമ്പിൾ കോയിനിൽ നിന്നും ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പൊ എനേബിൾ ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ഈ ഒരു സിമ്പിൾ കോയിൻ എന്ന് പറയുന്ന എയർ ഡ്രോപ്പ് ഫാമിംഗിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ഒരിക്കലും മിസ്സാക്കരുത്. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ സിമ്പിൾ കോയിനിൽ ജോയിൻ ചെയ്തു. നമുക്കിതിന് മെയിൻ ആയിട്ട് വേണ്ടത് സിമ്പിൾ ടോക്കൺസ് ആണ്, അല്ലെങ്കിൽ സിമ്പിൾ കോയിൻസ് ആണ്. ഈ കോയിൻസ് എങ്ങനെ ഏൺ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി ഒരു ഫുൾ വീഡിയോ അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ അത് പറയുന്നില്ല. അപ്പൊ ആ ഒരു ഫുൾ വീഡിയോ ഗൈഡിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഒന്നും അറിയാത്തവർ, എങ്ങനെ ചെയ്യണം, എങ്ങനെ കോയിൻസ് ഏൺ ചെയ്യണം എന്ന് അറിയാത്തവർ ആ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കുക എങ്ങനെയാണ് കോയിൻസ് ഏൺ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇന്നലെ മുതൽ പുതിയൊരു ഐക്കൺ കൂടെ വന്നിട്ടുണ്ട്, ഒരു ഹാമറിന്റെ ഐക്കൺ. ഓപ്ഷൻ ആണത്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്ഷൻസ് എന്ന് പറയുന്ന പേജിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് കുറേ ഡീൽസ് കാണാൻ പറ്റും. എന്താണെന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഈ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേലം വിളി തന്നെയാണ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു ലേലം വിളിക്കുക, അല്ലെങ്കിൽ ബിഡ് ചെയ്യുക, ബെറ്റ് ചെയ്യുക എന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇവിടെ നമ്മളെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും കൊടുക്കണ്ട. ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ $1000 ഉള്ളതാണ്. ഈ ഒരു പ്രൈസ് നമുക്ക് കിട്ടുമ്പോൾ $1000 ആണ് നമുക്ക് കിട്ടുക. ഏറ്റവും കൂടുതൽ എമൗണ്ട് ലേലം വിളിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ബിഡ് ചെയ്യുന്ന ആൾക്കാണ് ഈ ഒരു എമൗണ്ട് കിട്ടുക. $1000 ഒരു ഗ്യാസ് ഫീ ഇല്ലാതെ നിങ്ങളുടെ വാലറ്റിലേക്കോ നിങ്ങളുടെ എക്സ്ചേഞ്ചിലേക്കോ എത്തും. ഓക്കെ, നിങ്ങൾ എക്സ്ചേഞ്ചിലേക്കാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ $1 നിങ്ങൾക്ക് കിട്ടുന്ന ഇന്ത്യൻ മണി എന്ന് പറഞ്ഞാൽ 90 രൂപയാണ്. ഓക്കെ, അപ്പോൾ 1000 × 90 ആ ഒരു പ്രൈസാണ് ഇന്ത്യൻ മണിയിൽ നിങ്ങൾക്ക് കിട്ടുക. അത് എത്രയാണെന്നുള്ളത് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. അത് നമ്മൾ പങ്കെടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ. ഞാൻ പറയുകയാണ് 100 മില്യൺ സിമ്പിൾ ടോക്കൺ ഞാൻ നിങ്ങൾക്ക് തരാം, എനിക്ക് $1000 തരണം. ഓക്കെ, 100 മില്യൺ $1000 കിട്ടുന്ന വേർത്ത് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവസാനം പറയാം. എന്തായാലും ഇപ്പം എങ്ങനെ പങ്കെടുക്കാം എന്നുള്ളത് നോക്കാം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ എത്ര ആൾക്കാർ പങ്കെടുത്തു എന്ന് കാണാം. റിമൈനിങ് ടൈം എത്ര ഉണ്ടെന്ന് കാണാം. 320 മണിക്കൂറാണ് ഇനി ബാക്കിയുള്ളത്, അതായത് 5.5 ദിവസം. ഓക്കെ, ഓരോ 7 ദിവസത്തിലുമാണ് ഈ ബിഗ് ഡീൽ റിഫ്രഷ് ആവുന്നത്. അപ്പോൾ നിങ്ങളൊരു എമൗണ്ട് ബിഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 ദിവസം കഴിഞ്ഞാലാണ് അതിൻ്റെ റിസൾട്ട് വരിക. റിസൾട്ട് വരാനുള്ള ടൈമറോടെ കാണാം. 320 മണിക്കൂറാണ് ഇനി ബാക്കി, അതായത് 5 ദിവസവും കുറച്ച് മണിക്കൂറുകളുമാണുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എമൗണ്ട് എത്രയാണ് ഇതിൽ ബിഡ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. 82 മില്യൺ ആണ് ഇപ്പോൾ ഒരാൾ ഏറ്റവും കൂടുതലായിട്ട് ബിഡ് ചെയ്തിരിക്കുന്നത്. 82 മില്യൺ എന്നല്ല വരിക, എല്ലാവരും അവസാന ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും $1000 ആണ് നമുക്കിവിടെ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ എമൗണ്ട്. ഈ എമൗണ്ടിൽ ഏറ്റവും കൂടുതൽ എനിക്ക് $1000 വേണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് ബിഡ് ചെയ്യുന്ന ആൾക്കാണ് ഈ $1000 കിട്ടുക. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ 82 മില്യൺ ആണ് ഏറ്റവും കൂടുതൽ ഒരാൾ ബിഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ അതിനേക്കാളും കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മേലെ ബിഡ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ആ കോയിൻ എടുക്കാം. അപ്പോൾ തന്നെ കിട്ടില്ല. ഈ ഒരു ടൈമർ ഓവർ ആവുന്നവരെ ബിഡിങ് ഉണ്ടാവും. നമ്മൾ ബിഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മളെക്കാളും കൂടുതൽ ഒരാൾ ബിഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നിന്ന് അത് പോകും. അപ്പോഴുള്ള ഡൗട്ടായിരിക്കും, നമ്മൾ ഈ ബിഡ് ചെയ്യുന്ന സിമ്പിൾ കോയിൻ നമ്മളെ കയ്യിൽ നിന്ന് പോകുമോ എന്നുള്ള കാര്യം. ഒരിക്കലും ഇല്ല. നിങ്ങൾ ബിഡ് ചെയ്തിട്ട് നിങ്ങൾ ഫെയിലായി എന്ന് വെച്ചാൽ നിങ്ങളെക്കാട്ടും കൂടുതൽ എമൗണ്ട് വേറെ ഒരാൾ ബിഡ് ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു പ്രൈസ് കിട്ടില്ല. ആദ്യത്തെ ഒരാൾക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രൈസ് കിട്ടാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ബിഡ് ചെയ്ത എമൗണ്ട് പോകുമോ എന്ന് പേടിക്കേണ്ട. ഈ ബിഡിംഗ് എമൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു ടൈമർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എത്രയാണോ ബിഡ് ചെയ്തത് ആ എമൗണ്ട് നിങ്ങളുടെ സിമ്പിളിൻ്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരും. ഓക്കെ, സിമ്പിളിൻ്റെ ആപ്പല്ല, സിമ്പിളിൻ്റെ ബോട്ടിൽ തന്നെ തിരിച്ചു വരും, ടെലഗ്രാമിൽ തന്നെ തിരിച്ചു വരും. അതുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും ബിഡ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് പോകുമോ എന്നുള്ള പേടി വേണ്ട, ബിഡ് ചെയ്താൽ നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു 320 മണിക്കൂർ കഴിയുമ്പോൾ ആരാണോ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് ആ ഒരാൾക്കാണ് $1000 കിട്ടുക. അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഈ 4 ആൾക്കാരാണ്. ഇവരെക്കാളും കൂടുതൽ എമൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിഡ് ചെയ്യാം. ബിഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ മൈ ഓഫർ ക്ലിക്ക് ചെയ്യുക. മൈ ഓഫർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്ലൈഡ് ചെയ്യാൻ പറ്റും. സ്ലൈഡ് ചെയ്തിട്ട് എത്ര എമൗണ്ട് ആണ് നിങ്ങൾക്ക് വേണ്ടത് അത് ബിഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എമൗണ്ട് ബിഡ് ചെയ്യുന്ന ആളാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ 82 മില്യൻ്റെ കൂടുതൽ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ $100 ഒന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ അടുത്ത ഡീലിലേക്ക് പോകും. എനിക്കും അറിയാം എൻ്റെ കയ്യിലും 82 മില്യൺ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടാനുള്ള വഴിയാണ്. ഞാൻ $100 കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. ചെറിയ എമൗണ്ട് 10 മില്യൺ ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് USDT ഈസി ആയിട്ട് തന്നെ ബിഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുള്ള വഴിയാണ് അടുത്ത ഡീലുകൾ. ജസ്റ്റ് ബാക്ക് വരിക. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഡീലുകൾ കാണാം. ഇവിടെ ഓരോ മണിക്കൂറിലും റിഫ്രഷ് ആവുന്ന ഡീലുണ്ട്. ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും $5. അതിൻ്റെ തൊട്ടുപുറത്ത് സീക്രട്ട് അവർ എന്നാണുള്ളത്. അതായത് സീക്രട്ട് ആണ്, ഹവറാണ്. ഈ രണ്ട് കാര്യങ്ങളും സെപ്പറേറ്റ് ആയി നോക്കുക. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് ആരാണ് ബിഡ് ചെയ്തിരിക്കുന്നത്, എത്ര എമൗണ്ട് ആണ് ബിഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ ഹവറാണ് എന്ന് വെച്ചാൽ ഓരോ മണിക്കൂറിലും റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ മണിക്കൂറിലും നിങ്ങൾക്ക് $5 വെച്ച് ബിഡ് ചെയ്തുകൊണ്ടിരിക്കാം. നിങ്ങൾ ബിഡ് ചെയ്യുന്ന എമൗണ്ടാണ് ഏറ്റവും വലുത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയുമ്പോൾ പിടികിട്ടുന്നില്ലെങ്കിൽ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഈസി ആയിട്ട് പറഞ്ഞു തരാണെങ്കിൽ ഇപ്പോൾ നമുക്ക് തൊട്ട് മേലുള്ളത് കാണാൻ പറ്റും $10 പബ്ലിക് അവർ. അതെന്ന് വെച്ചാൽ പബ്ലിക്കാണ്, മണിക്കൂറാണ്. എന്ന് വെച്ചാൽ ഓരോ മണിക്കൂറിൽ റിഫ്രഷ് ആവും. അതുപോലെ തന്നെ എത്ര ആൾക്കാർ ബിഡ് ചെയ്തിട്ടുണ്ട്, എത്ര എമൗണ്ട് ആണ് ബിഡ് ചെയ്തത് നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 8 മില്യൺ ആണ് ഇപ്പോൾ ഒരാൾ ഏറ്റവും കൂടുതലായിട്ട് ബിഡ് ചെയ്തിരിക്കുന്നത്. $10 പ്രൈസ്. 36 മിനിറ്റ് കഴിഞ്ഞാൽ ഈ ഒരാൾക്ക് ഈ പ്രൈസ് കിട്ടും. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇയാളുടെ മേലെ ബിഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ 12 മില്യൺ ഉണ്ട്. 12 മില്യൺ കൊണ്ട് ബിഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ $10 ഈ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ കിട്ടും. അതിൻ്റെ മേലെ എൻ്റെ മേലെ ആരെങ്കിലും ബിഡ് ചെയ്യരുത്. എൻ്റെ മേലെ വേറെ ആരെങ്കിലും ബിഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടില്ല.
ഓക്കെ, അതാണ് കാര്യം. നമ്മൾ ഇനി സീക്രട്ടിലേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ സീക്രട്ട് ഓപ്പൺ ചെയ്യുക. നോ ബെറ്റ്സ് യെറ്റ് എന്നാണ് പറയുന്നത്. ആരും ബെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം. ആരൊക്കെയോ ബെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല, കാരണം അത് സീക്രട്ടാണ്. ഈ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ മാത്രമാണ് ആരാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് ബിഡ് ചെയ്തത് നമുക്ക് അറിയാൻ പറ്റുക. അപ്പൊ നമ്മളിവിടെ ബിഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ ബെറ്റ് വെക്കുമ്പോൾ നമ്മൾ ഇത്ര അസ്യൂം ചെയ്യണം, ഇത്ര ആയിരിക്കും ഒരാൾ വെച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിൽ കണ്ടുവെക്കണം. ചിലപ്പോൾ ഫെയിൽ ആവും, ചിലപ്പോൾ സക്സസ് ആവും. നമ്മളാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് ബിഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 5 USDT ഓരോ മണിക്കൂറിലും 5 USDT വെച്ച് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ് സീക്രട്ട് അവർ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ കുറേ സംഭവങ്ങളുണ്ട്, ഓരോന്നിന്റെയും മണിക്കൂറുകൾ ഡിഫറെന്റ് ആണ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു 100 USDT 57 മില്യൺ കൊടുത്ത് ബിഡ് ചെയ്ത് എടുത്തു എന്ന് തന്നെ വെക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബാലൻസ് 57 മില്യൺ കട്ടാവും, കുറയും. ഓക്കെ, ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് ആകുമ്പോൾ ഈ ഒരു കോയിൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു $100 അത് വിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു സംശയം. എൻ്റെ ഒരു അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഫുൾ കോയിനും ഈ ഒരു ബിഡിങ്ങിൽ കളയരുത്. ഓക്കെ, $5 $10 ഒന്നും കളയരുത്. നിങ്ങളൊരു $40 ഒരു 10 മില്യൺ ഒക്കെ കിട്ടുകയാണെങ്കിൽ എടുക്കുക. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിമ്പിളിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് ആയിട്ടുള്ള 500 ലൈക്ക് തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആക്കാൻ ശ്രദ്ധിക്കുമെങ്കിൽ മാത്രമായിരിക്കും അടുത്ത അപ്ഡേറ്റ്സ് നമ്മൾ പോസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും റെഫർ ചെയ്യുകയാണെങ്കിലും ഈ ഒരു വീഡിയോ കൂടെ അയച്ചു കൊടുക്കുക, എങ്കിലായിരിക്കും അവർക്കും ഈസി ആയിട്ട് ഫാം ചെയ്യാൻ പറ്റുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന കോയിൻസും കൂടുന്നതാണ്. അപ്പോൾ ഇനി വരുന്ന അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് നമ്മളുടെ ടെലഗ്രാം ചാനൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെയാണ് ആദ്യം പോസ്റ്റ് ചെയ്യുക. പിന്നീട് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയരുത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ടെലഗ്രാമിൽ കൃത്യസമയത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലായിരിക്കും ഇതുപോലുള്ള വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് നിങ്ങൾക്ക് എത്താം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ, ബൈ.